ഒരു ചാനലുകളും 24 ആയാലും റിപ്പോർട്ടർ ആയാലും ശരി, ഏഷ്യാനെറ്റ്, മാതൃഭൂമി, മനോരമ ഏതും ആയിക്കോട്ടെ, ഒരു മറുനാടൻ്റെ മൈക്കല്ലാതെ വേറൊന്നും ഞാൻ അവിടെ കണ്ടിട്ടില്ല. ഇത്രയും ആൾക്കാർ ആരോഗ്യരംഗത്തിന് എതിരായിട്ട് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാണല്ലോ. ഇത്രയും ആൾക്കാർ കൂടിയ പരിപാടി, അയ്യപ്പ സംഗമം നടന്നിട്ട് കൂടെ എത്ര ആൾ വന്നിട്ടില്ല, ഒഴിഞ്ഞു കിടക്കരുത് ഷെയർ. അത്രയും ഞങ്ങളിവിടെ ശബ്ദം ഉയർത്തി ഇത്രയും പറഞ്ഞിട്ട് ഇത് ആളുകളിലേക്ക് എത്തുന്നില്ല, ഇല്ലെങ്കിൽ ഈ ആളുകൾ കാണുന്നില്ല, ഈ ചാനലുകൾ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതിലൊന്നും നടക്കുന്നില്ല എന്നുള്ള ഞങ്ങളിവിടെ പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളെ ബഹിഷ്കരിക്കുന്നത്? ബഹിഷ്കരിക്കാൻ മാത്രം ശക്തിയുള്ള വർഗമായി നിങ്ങൾ വളരുന്നു എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. ഓരോരുത്തർക്കും 10 ലക്ഷം 20 ലക്ഷം ഒക്കെ കൊടുക്കാൻ എങ്ങനെ പറ്റുക? അല്പം മുമ്പ് ഞാൻ ഉല്ലാസമായിട്ട് സംസാരിച്ചോളൂ. എങ്ങനെയാ പറ്റുക? പരസ്യം ഇതാരാ കൊടുക്കുന്ന പരസ്യം? സാർ നമസ്കാരം. സാർ, ഞാനൊരു നേഴ്സാണ്, സ്റ്റാഫ് നേഴ്സാണ്. ഒരു നേഴ്സിംഗ് കുടുംബത്തിൽ വരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അച്ഛനൊഴികെ ബാക്കി എല്ലാവരും എൻ്റെ വീട്ടിൽ നേഴ്സാണ്. അപ്പോൾ ഞാൻ അവിടെ ചോദിക്കാൻ കാരണം, ഭരണപക്ഷത്തിരിക്കുന്ന ഒരു മന്ത്രി പങ്കെടുത്തൊരു പരിപാടിക്ക് മറുനാടൻ മലയാളി എന്നൊരു ചാനൽ മാത്രം റിപ്പോർട്ട് ചെയ്യാൻ വരുന്ന ഒരു ഖേദകരമായ അവസ്ഥ ഞങ്ങളിവിടെ നേരിട്ടിപ്പോൾ. അപ്പോൾ ഞങ്ങൾക്ക് എത്രത്തോളം അവഗണന നേരിടുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ ആരായാലും, ഇപ്പോൾ ജിൻഡോ സാറായാലും ഉല്ലാസ് സാറായാലും ആരായാലും മുഖ്യധാരാ മാധ്യമങ്ങളിലെ സംവാദ മുഖങ്ങളാണ്, ഫ്രെയിമുകളാണ് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞാനും കോൺഗ്രസ്സുകാരനാണ്, ഞാൻ യൂത്ത് കോൺഗ്രസ്സുകാരനാണ്. ജിൻഡോ സാറിനെ കഴിഞ്ഞ തവണ കൂടെ പടവ് പരിപാടിയിൽ നമ്മൾ പങ്കെടുത്തപ്പോൾ കണ്ടിട്ടുണ്ട്. അത് ചോദിക്കാൻ കാരണം, കേവലം തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടാവുന്ന ഒരു പ്രകടന പത്രികയിൽ ഒതുങ്ങാനുള്ള വാഗ്ദാനം മാത്രമായിട്ട് ഞങ്ങളുടെ ശമ്പള പരിഷ്കരണം എന്ന് പറഞ്ഞ് വന്നിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അതിന് ഒരാൾ ഊന്നൽ കൊടുക്കാതെ, അതിൻ്റെ ഫോളോ അപ്പ് ഇല്ലാതെ ഇതും തേഞ്ഞു മാഞ്ഞു പോയി വർഷങ്ങളോളം കാത്തിരിക്കേണ്ട ഒരു ഗതികേടിലേക്ക് ഞങ്ങൾ ഇനി വരുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് ആദ്യത്തെ സംശയം. കാരണം എന്താ വെച്ചാൽ, ഇത്രയും ചാനലുകൾ ഇവിടെ ഇല്ല എന്നതും ഇത്രയും ആൾക്കാർ ഇവിടെ കൂടിയിട്ടും ഒരു ചാനലുകളും 24 ആയാലും റിപ്പോർട്ടർ ആയാലും ശരി, ഏഷ്യാനെറ്റ്, മാതൃഭൂമി, മനോരമ ഏതും ആയിക്കോട്ടെ, ഒരു മറുനാടൻ്റെ മൈക്കല്ലാതെ വേറൊന്നും ഞാൻ അവിടെ കണ്ടിട്ടില്ല. ഇത്രയും ചാനലുകൾ ഇവിടെ ഇല്ല എന്നുള്ളതിന് തന്നെ ഉത്തരമായ തെളിവാണ് ഞങ്ങളോട് നിങ്ങൾ കാണിക്കുന്ന അവഗണന. ഇവിടെ ആരൊക്കെ നന്മമരം ചരിഞ്ഞാലും ആരോഗ്യ പ്രവർത്തകർക്കെതിരെ കൂടെയാണ് നിങ്ങൾ, ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടിയാണ് നിങ്ങൾ ശബ്ദമുയർത്തുന്നത്, പരിപാടികളിൽ ഇരുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഈ ഇത്രയും ആൾക്കാർ ഇവിടെ വരാതിരുന്നതിൽ തന്നെ ഇതിൻ്റെ ബാക്കിലുള്ള PR വർക്കും, ഇതിൻ്റെ ബാക്കിൽ നിങ്ങൾ പൈസ കൊടുത്തിട്ടും മാനേജ്മെൻറ്റിൽ നിന്ന് പൈസ വാങ്ങിയിട്ടും വരാതിരിക്കുന്നതിൻ്റെ അവസ്ഥ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഞങ്ങളെ പൊട്ടന്മാരാക്കാൻ നോക്കണ്ട. അപ്പോൾ ആകെ പറയാനുള്ളത്, ഇപ്പോൾ ഇത് ഒരുപക്ഷെ ഭരണപക്ഷത്തിന് എതിരാവും എന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ പരിപാടികൾ ഇവിടെ ഒരു മാധ്യമ ശ്രദ്ധയിലേക്ക് എത്താത്തത്. കാരണം ഇത്രയും ആൾക്കാർ ആരോഗ്യരംഗത്തിന് എതിരായിട്ട് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാണല്ലോ. ഇത്രയും ആൾക്കാർ കൂടിയ പരിപാടി, അയ്യപ്പ സംഗമം നടന്നിട്ട് കൂടെ എത്ര ആൾ വന്നിട്ടില്ല, ഒഴിഞ്ഞു കിടക്കരുത് ഷെയർ. അപ്പോൾ ഇത്രയും ആൾക്കാർ ഇവിടെ കൂടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മളെ സർക്കാരിനെതിരായി പോവോ എന്നതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇത്ര മുഖ്യധാര ചാനലുകളൊന്നും ഇതിലേക്ക് വരാത്തത് എന്ന് എനിക്കൊരു സംശയമുണ്ട്. പിന്നെ ഈ ചാനലുകളൊന്നും വരില്ല എന്ന ഒരു കാര്യത്തിന് അതിൻ്റെ ബേസിസിലാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്രയും ഞങ്ങളിവിടെ ശബ്ദം ഉയർത്തി ഇത്രയും പറഞ്ഞിട്ട് ഇത് ആളുകളിലേക്ക് എത്തുന്നില്ല, ഇല്ലെങ്കിൽ ഈ ആളുകൾ കാണുന്നില്ല, ഈ ചാനലുകൾ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതിലൊന്നും നടക്കുന്നില്ല എന്നുള്ള ഞങ്ങളിവിടെ പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഞങ്ങളിവിടെ പറഞ്ഞ് ഇതിവിടെ തീർന്നു പോവുകയാണ്, ആരും ശ്രദ്ധ ആകർഷിക്കുന്നില്ല, ഈ ചാനലുകളിലൊന്നും വരുന്നില്ല എങ്കിൽ പിന്നെ എന്താ ഞങ്ങൾ ചെയ്യുന്നതിനുള്ള കാര്യം? അപ്പം ഏത് തരത്തിലായാലും എന്ത് തരത്തിലായാലും ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുള്ളത് ആദ്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ആരോഗ്യത്തിന് വേണ്ടി, മറ്റുള്ളവർ ആരോഗ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച് സ്വയം ആരോഗ്യം ക്ഷയിക്കുന്ന ഒരു വിഭാഗമാണ് ഞങ്ങൾ. എനിക്ക് വലുതായിട്ട് ആരോഗ്യ പ്രവർത്തനം ചെയ്തിട്ടുള്ള അതിനുള്ള പ്രവൃത്തി പരിചയം ഇപ്പം പ്രായമൊന്നും ആയിട്ടില്ല. പക്ഷേ എൻ്റെ അമ്മ 37 വർഷം ഗവൺമെൻറ്റിൽ സർവീസ് ചെയ്ത് റിട്ടയർ ആയ ആളാണ്. ജില്ലാ നഴ്സിംഗ് ഓഫീസറായിട്ട് റിട്ടയർ ആയത്. ചേച്ചിയായാലും ചേട്ടനായാലും അനിയത്തിയായാലും എല്ലാവരും നേഴ്സാണ്. ഇനി ഏട്ടൻ കല്യാണം പോയി കഴിക്കാൻ പോകുന്ന നേഴ്സാണ്. കുടുംബം മൊത്തം നേഴ്സാണ്. അച്ഛനൊഴികെ ബാക്കി എല്ലാവരും നേഴ്സാണ്. അപ്പോൾ അമ്മേൻ്റെ കാല് വരിക്കോസ് വെയിൻ ഇന്ന് ചീഞ്ഞ് പഴുത്ത് നടക്കുന്നതും അമ്മ ഇതിന് വേണ്ടി നടക്കുന്നു. ഞാൻ അത് കണ്ടിട്ടുള്ളതാണ്. വരിക്കോസ് വെയിൻ ആയാലും പല അസുഖങ്ങളായാലും ത്രോംബോഫിസായാലും എല്ലാ പ്രശ്നങ്ങൾക്കും വേണ്ടി അമ്മ മെഡിസിൻ എടുത്ത് കഷ്ടപ്പെട്ട് ഞങ്ങളുടെ കുടുംബം പോറ്റിരുന്നു. ഞാൻ കണ്ട് വന്ന കാഴ്ചയാണ്. അപ്പോൾ ഒരു ഇൻഷുറൻസോ, ഒരു കുട്ടി, സാധാരണമായ ഒരു കുട്ടി പുറത്ത് പോയി പഠിച്ചു വന്ന് ലക്ഷങ്ങൾ ലോൺ എടുത്തിട്ട് ഇവിടുത്തെ സർക്കാർ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ 20,000 15,000 ഇപ്പോഴും 15,000 14,000 ജോലി ചെയ്യുന്ന പിള്ളേരുണ്ട്. അതിന് ലോണും അടച്ച് ഒരു 5-6 വർഷം പ്രവർത്തിക്കുമ്പോഴേക്കും പണിയെടുക്കുമ്പോഴേക്കും കല്യാണം കഴിച്ചു വിട്ട് ഒരു സമ്പാദ്യം ഇല്ലാണ്ട് അവർ ആരോഗ്യം ക്ഷയിച്ച് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കേവലം ഒരു വാഗ്ദാനം ആവാതെ വരും ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഒരു ഉറപ്പ് നൽകുന്ന രീതിയിൽ എന്തെങ്കിലും ഈ ചാനലിൽ കാണാൻ പറ്റുമോ? അതായത് ഇത്ര ശമ്പളം തരും എന്നുള്ളത്. അതിലും വരും സർക്കാരായിക്കോട്ടെ, ഞാൻ ഉദ്ദേശിക്കുന്ന സർക്കാരായിക്കോട്ടെ, അപ്പോൾ ഞാൻ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ സർക്കാരായിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ വരുന്നത് എന്തായാലും ഇപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം ഉള്ളതുകൊണ്ട് മേ ബി മാറിയേക്കാം. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ പറയുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും സ്വാധീനം ചെലുത്തിയിട്ട് ഇത് നടപ്പിലാക്കും എന്നൊരു ഉറപ്പ് തരാൻ ഈ പറയുന്ന ആർക്കെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ ഉടനെ അടുത്ത ചാനൽ ചർച്ചകൾ ഞങ്ങളത് പ്രതീക്ഷിക്കുന്നു. ഓക്കെ. നമസ്കാരം.
നിങ്ങൾ നന്നായിട്ട് പറഞ്ഞു. രണ്ട് കാര്യമാണ്. ഒന്ന്, ഇപ്പോൾ ഞങ്ങൾ പല രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ മാറ്റം വന്നാൽ എന്ത് ചെയ്യുമെന്ന്? തീർച്ചയായിട്ടും മാറ്റം വന്നാൽ അതിൽ ഇടപെടും. ഇത് ഇത്രയും അധികം ആളുകളുടെ മുമ്പിൽ പരസ്യമായിട്ട് പറയുന്ന ഒരു വാക്കാണ്. ഈ വാക്ക് മാറ്റി പറയാന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളുടെ രാഷ്ട്രീയ വ്യക്തിത്വം പിന്നെ ഇല്ലാതാക്കപ്പെടും. അതുകൊണ്ട് വാക്ക് മാറ്റില്ല. UDFന്റെ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടും. സംസാരിക്കുന്നവരുടെ മുൻപന്തിയിലുണ്ടാകും. മാത്രമല്ല, ഇത്തരം വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് സംസാരിക്കാൻ കിട്ടുന്ന ഫ്ലോറുകളായിട്ടുള്ള കേരളത്തിലെ ഈ പറഞ്ഞ പരമ്പരാഗത മാധ്യമങ്ങൾ, അല്ലേ സാറേ, പരമ്പരാഗത മാധ്യമങ്ങളുടെ ഫ്ലോറിൽ ഈ കാര്യം പറയും. ഇനി രണ്ടാമത്തെ കാര്യം, ഞാൻ വീണ്ടും പറയുക, നിങ്ങൾ എത്ര ആയിരക്കണക്കിന് ആളുകൾ ഇവിടെയുള്ളത്. ഇന്ന് ഇത് റിപ്പോർട്ട് ചെയ്യാൻ ഈ പറഞ്ഞ പരമ്പരാഗത മാധ്യമങ്ങൾ വരാത്തതിന് കാരണം നിങ്ങൾ പറഞ്ഞ ആക്ഷേപങ്ങളൊക്കെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. എന്നാലും ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഓരോരുത്തർക്കും 10 ലക്ഷം 20 ലക്ഷം ഒക്കെ കൊടുക്കാൻ എങ്ങനെ പറ്റുക? അല്പം മുമ്പ് ഞാൻ ഉല്ലാസമായിട്ട് സംസാരിച്ചേ ഉള്ളൂ. എങ്ങനെയാ പറ്റുക? പരസ്യം. ഇതാരാ കൊടുക്കുന്ന പരസ്യം? ആരാ കൊടുക്കുന്ന പരസ്യം? അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ എല്ലാം നമ്മളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട. അപ്പം നിങ്ങളുടെ ഇന്നത്തെ ഈ മഹാസമ്മേളനത്തിൻ്റെ സമരപ്രഖ്യാപന സമ്മേളനത്തിൻ്റെ വാർത്ത വരണ്ട എന്ന് തീരുമാനിച്ചത് ഭരണകൂടവും ഈ പറഞ്ഞ പരമ്പരാഗത മാധ്യമങ്ങളും ഒന്നിച്ചാണ്. അവിടെ ഇത് വരണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ ഇച്ഛാശക്തിയാണ്. അതിന് നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എൻ്റെ ചോദ്യം. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ട്രെൻഡിങ് ഈ സമരപ്രഖ്യാപന കൺവെൻഷൻ ആയിരിക്കും. നിങ്ങൾ തീരുമാനിക്കണം. അപ്പോൾ അവർക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യിപ്പിക്കേണ്ടത്. അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അത് നമ്മുടെ വിസിബിലിറ്റി. നമ്മൾ നിരന്തരം ശ്രമിക്കുക, ജയിക്കുന്നത് വരെ സംസാരിക്കുക എന്നുള്ളതാണ്. എല്ലാ പോരാട്ടവും അങ്ങനെ ജയിക്കുക. രണ്ട് കാര്യമാണ്. നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യമുണ്ട്, ഞങ്ങൾ ചെയ്യേണ്ട കാര്യമുണ്ട്. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ തരുന്ന ഉറപ്പാണ്. ആ ഉറപ്പ് പാലിക്കപ്പെടാൻ വേണ്ടിയിട്ട് നിരന്തരം സംസാരിക്കും എന്നുള്ളത് എൻ്റെ വാക്കാണ്. അല്ലെങ്കിൽ പിന്നെ ഞാനെന്ന് പറഞ്ഞ രാഷ്ട്രീയ വ്യക്തിത്വം ഉണ്ടാകില്ല. അദ്ദേഹം പറഞ്ഞ കാര്യത്തെ പരിപൂർണമായിട്ട് അംഗീകരിക്കുന്നു. മറ്റുള്ളവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങളുടെ ആരോഗ്യം കളയുന്നിടത്ത് നിങ്ങൾ പരിപൂർണമായിട്ട് 100% ഡെഡിക്കേഷനോട് കാര്യം ചെയ്യുന്നു. പിന്നെ മുഖ്യധാര അല്ലെങ്കിൽ സാറിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പരമ്പരാഗത മാധ്യമ പ്രവർത്തകർക്ക് അവർക്ക് വന്ന് നിങ്ങളിത് റിപ്പോർട്ട് ചെയ്ത് പൊതുസമൂഹത്തിലേക്ക് മുമ്പിൽ എത്തിക്കാൻ അവർക്ക് ഉത്തരവാദിത്തം തോന്നുന്നില്ല എങ്കിൽ അർത്ഥം നിങ്ങളെ അവർ ശത്രുക്കളായി പ്രഖ്യാപിക്കുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം അവരോട് കിടപിടയ്ക്കുന്ന രീതിയിലേക്ക്, അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളുടെ കൂട്ടായ്മ വളർന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഒരു സംശയമില്ല. അല്ലെങ്കിൽ നമുക്കൊത്ത ഒരു ശത്രുവിനോടല്ലേ നമ്മൾ യുദ്ധം വിട്ടു, നമുക്കൊത്ത ഒരു വൈരാഗ്യം പറ്റുന്നവരോടല്ലേ നമ്മൾ തലൂടാൻ പോവുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളെ ബഹിഷ്കരിക്കുന്നത്? ബഹിഷ്കരിക്കാൻ മാത്രം ശക്തിയുള്ള വർഗമായി നിങ്ങൾ വളരുന്നു എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് അത് വളർച്ചയുടെ വലിയ ഘടകം തന്നെയാണ്. നിങ്ങളെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഒരു പരമ്പരാഗത മാധ്യമങ്ങൾക്കും സാധിക്കില്ല, ഒരു മുതലാളിമാർക്കും സാധിക്കില്ല. ആ മുതലാളിമാരുടെ മുതലെന്ന് പറയപ്പെടുന്നത് സംരക്ഷിക്കുന്ന, സൂക്ഷിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ, ആശുപത്രി മുതലാളിമാരുടെ. അവരൊന്നും നിങ്ങളെ തോൽപ്പിക്കാനാവില്ല. നിങ്ങൾ തോൽപ്പിച്ചാൽ മുട്ടുമടക്കുന്നവരാണ് അവർ. അതുകൊണ്ട് നിങ്ങളത് ചെയ്യാത്തത് സാമൂഹിക ബാധ്യത അല്ലെങ്കിൽ പൊതുസമൂഹത്തിനോടുള്ള നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് കൊണ്ടാണ്. ആ കമ്മിറ്റ്മെൻറ്റുകൾ അംഗീകരിക്കപ്പെടും. 100% നിങ്ങൾക്ക് അർഹതയായിട്ടുള്ള അംഗീകാരം കിട്ടിയിരിക്കും. ഒരു സംശയവും വേണ്ട. ഒരു മാധ്യമങ്ങളും തടുത്താൽ നിൽക്കാവുന്ന അത്ര പോലുള്ള ആളുകളല്ല നിങ്ങൾ. അവരൊക്കെ അവിടെ പോയിക്കോട്ടെ. നിങ്ങൾക്ക് അതിനേക്കാൾ അപ്പുറത്തുള്ള വാല്യൂ ഈ സമൂഹത്തിലുണ്ട്. അത് തിരിച്ച് അറിഞ്ഞുകൊണ്ട് രാഷ്ട്രീയ കേരളം, അത് ഏത് രാഷ്ട്രീയമായിക്കോട്ടെ, നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും, നിങ്ങളിലേക്കും ഉണ്ടാകും. ഒരു സംശയവും